ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് CSEB-യുടെ അക്കൗണ്ടൻസിന്റെ ഒരു പുതിയൊരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പൊ നമുക്ക് സമയം വൈകാതെ നമുക്ക് നേരെ എങ്ങോട്ട് പോവാം, ടോപ്പിക്കിലേക്ക് പോവാം. ഓക്കെ, ഞാൻ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അക്കൗണ്ടിങ് ഫോർ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനെ പറ്റിയാണ്. അപ്പോ ഈ കാര്യം പറയുമ്പോൾ തന്നെ പല ആൾക്കാർക്കും മനസ്സിലുണ്ടാവും എന്താണുള്ളത് അല്ലെ. അതായത് നമ്മൾ സാധാരണ അക്കൗണ്ടൻസിനെ പറ്റി പറയുമ്പോൾ പ്രോഫിറ്റ് മോട്ടീവ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ ഉണ്ട്, അതേപോലെ നോട്ട് ഫോർ പ്രോഫിറ്റ് മോട്ടീവ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ ഉണ്ട് അല്ലെ. അവിടെ പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടി കൂടുതലായിട്ട്, അതായത് പ്രോഫിറ്റ് മോട്ടീവ് എന്ന രീതിയിൽ ബിസിനസ് ചെയ്യുന്ന ഓർഗനൈസേഷൻ ഉണ്ട്, അല്ലാതെ നോട്ട് ഫോർ പ്രോഫിറ്റ് ആയിട്ടുള്ള ചില ഓർഗനൈസേഷൻ ഉണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ പ്രോഫിറ്റ് മോട്ടീവ് ആയിട്ടുള്ള കാര്യത്തെ പറ്റിയാണ് പറഞ്ഞത്. ഇനി നമ്മൾ ഈ ക്ലാസ്സിലേക്ക് പോകുന്നത് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനെ പറ്റിയാണ്. എന്താണ് അത് നമുക്ക് നോക്കാം. ഓക്കെ, not for profit organization refers to the organization that are used for the welfare of the society and are set up as charitable institution which function without any profit motive. ഇവിടെ രണ്ട് മൂന്ന് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ഒന്നാമത്തെ കാര്യം, not for profit organization refers to the organization that are used to the welfare of the society. ആദ്യത്തെ പോയിന്റ് ആണ് അല്ലെ. അവിടെ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ പ്രധാനമായ ഒരു മോട്ടീവ് എന്നത് എന്താണ്? അതായത് സൊസൈറ്റീന്റെ വെൽഫെയർ ആണ് അല്ലെ. നമ്മൾ സാമൂഹിക പ്രതിബദ്ധത എന്നൊക്കെ നമ്മൾ പറയും മലയാളത്തില്. അത്തരത്തില് സൊസൈറ്റിയുടെ വെൽഫെയറിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് മുന്നിട്ട് നിന്നുകൊണ്ട് പോകുന്ന ഓർഗനൈസേഷനാണ് നമ്മൾ എന്ത് പറയാ, നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് പറയാം അല്ലെ. അപ്പോ അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട ഒരു ഗുണം എന്താന്ന് വെച്ചാല് അവർക്ക് സ്വന്തമായിട്ട് എന്ത് വേണ്ട, പ്രോഫിറ്റ് ഏൺ ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടാവില്ല. അവർക്ക് സൊസൈറ്റിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, അവർക്ക് സൊസൈറ്റിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ട് അതിൽ നിന്ന് അവർക്ക് എന്ത് ചെയ്യുക, സൊസൈറ്റീനെ അവർക്ക് എന്ത് ചെയ്യുക, നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക എന്നൊരു രീതിയായിരിക്കും അവർക്ക് ഉണ്ടാവുക നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഉണ്ടാവുക. ഇനി അടുത്ത പോയിന്റ്, ആർ സെറ്റപ്പ് ആസ് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ. അതെന്തായിരിക്കാം? ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കാം ചിലപ്പോ അല്ലെ. ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ വിച്ച് ഫംഗ്ഷൻ വിത്തൗട്ട് എനി പ്രോഫിറ്റ് മോട്ടീവ്. അതായത് നമ്മളെ നാട്ടിലെ പലതരത്തിലുള്ള ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് അല്ലെ. അവരൊന്നും ഒരിക്കലും എന്തിനു വേണ്ടിയിട്ടല്ല, പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ടല്ല അവർ മുന്നോട്ട് പോവുക. അതല്ലാതെ അവർക്ക് സമൂഹത്തിലുള്ള ആൾക്കാരുടെ സേവന മനോഭാവത്തിന് വേണ്ടിയാണ് അവർ മുന്നോട്ട് നയിക്കുന്നത് അല്ലെ. അവർക്ക് സാമൂഹികമായ ഒരുപാട് പ്രതിബദ്ധതകളുണ്ട്. അവരെന്ത് ചെയ്യുക, നമ്മൾ പറയാറില്ലേ ചില സംഘടനകളൊക്കെ അല്ലെ, നോട്ട് ഫോർ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പലതരത്തിലും നമ്മുടെ നാട്ടിൽ. അവർക്ക് എന്താ ചെയ്യുന്നത്, അവർക്ക് നിർധരരായ രോഗികൾക്കും മറ്റൊക്കെ ഭക്ഷണം കൊടുക്കുന്നുണ്ട്, അവരെ സഹായിക്കുന്നുണ്ട് അല്ലെ. ക്യാൻസർ പേഷ്യൻസ്, അങ്ങനെ ഒരുപാട് ആൾക്കാർ നമ്മളെ സ്ഥലത്തുണ്ട്. അപ്പൊ അവർക്കൊക്കെ വേണ്ടി വരുന്ന മെഡിസിൻസ് കൊടുക്കുക, അവരെ സഹായിക്കുക. അതേപോലെ തന്നെ അവർക്ക് സർജറികളോ മറ്റോ മെഡിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വന്നാലോ, അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിക്കൽ ഇഞ്ചുറീസ് വന്നു കഴിഞ്ഞ് അതിന് ശേഷമുള്ള അവരുടെ ലൈഫ് എങ്ങനെയായിരിക്കും, ചിലപ്പം വളരെ ദുരിതമായിരിക്കാം. അതിനൊക്കെ അവരെ സഹായിക്കുക. ഇത്തരത്തിലുള്ള ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ കൂടി എന്താണ് ഇവിടെ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ പെടുന്നതാണ്. അപ്പൊ അവരുടെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടന്റ് ആയ ഒരു മോട്ടീവ് എന്താ ശരിക്കും പറഞ്ഞാല്, വിത്തൗട്ട് എനി പ്രോഫിറ്റ് മോട്ടീവാണ്. അവര് പ്രോഫിറ്റിനെ അവരെന്ത് ചെയ്യുന്നില്ല, മുഖമായിട്ട് അവിടെ നോക്കുന്നില്ല. പ്രോഫിറ്റ് ഇല്ലാതെ, അവിടെ പ്രോഫിറ്റ് അല്ലാതെ കൂടുതലും സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള സേവനങ്ങളാണ് അവരെന്ത് ചെയ്യുന്നത്, മുന്നോട്ട് കാണുന്നത്. സോ അത്തരത്തിലുള്ള ഓർഗനൈസേഷന്റെ അക്കൗണ്ട്സ് ആണ് നമ്മൾ ഇനി കുറച്ച് ക്ലാസ്സിൽ എന്ത് ചെയ്യാൻ പോകുന്നത്, പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. നിങ്ങൾക്ക് മറ്റൊരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. അതായത് CSEB-യുടെ എക്സാമിനേഷൻ അല്ലെ, നമുക്കറിയാം വരാനിരിക്കുന്നുണ്ട്. അപ്പൊ CSEB-യുടെ എക്സാമിനേഷന്റെ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുന്നേ തന്നെ എങ്ങനെ പഠിക്കണം, ഏതൊക്കെ ഏരിയാസ് കൂടുതൽ ഫോക്കസ് ചെയ്യണം, അതേപോലെ ബിഗിനേഴ്സ് ആയിട്ടുള്ള പലരും ഉണ്ടാവും അല്ലെ, ആദ്യമായിട്ട് CSEB എക്സാം എഴുതുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അവർക്കൊക്കെ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും. ഇത്തരത്തിലെ ഒരുപാട് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ സംശയങ്ങൾക്കൊക്കെ കൃത്യമായ ഉത്തരം നൽകാൻ വേണ്ടിയിട്ട് ടീം കോമ്പറ്റേറ്റീവ് ക്രാക്കർ എത്തുന്നുണ്ട്. അതാ നവംബർ 19 9 മണിക്ക്, നവംബർ 19 രാത്രി 9 മണിക്ക് ആതിര മിസ്സാണ് ഈ ലൈവിൽ വരുന്നത്. അപ്പോൾ ഈ ലൈവിൽ കൂടെ നിങ്ങൾക്ക് എല്ലാ സംശയങ്ങളും ചോദിച്ച് എന്ത് ചെയ്യാം, മനസ്സിലാക്കാം. അപ്പൊ ഈ ലൈവില് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ താഴെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും, ആ ലിങ്കിൽ രജിസ്ട്രേഷൻ കൂടി ചെയ്യാം. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെയാണ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ അക്കൗണ്ട്സ് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ സാധാരണഗതിയിൽ പ്രോഫിറ്റ് മോട്ടീവ് ആയിരുന്ന എന്തൊക്കെയാണ് നമുക്ക് നോക്കുക. അവിടെ നമുക്ക് അറിയാൻ പറ്റും, നമ്മൾ കഴിഞ്ഞതൊക്കെ നോക്കിയാണ് ട്രേഡിംഗ് അക്കൗണ്ട് അല്ലെ. ട്രേഡിംഗ് അക്കൗണ്ട്, ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. ഇതാണ് നമ്മൾ സാധാരണഗതിയിൽ ഒരു ബിസിനസ് കൺസേൺ ഉപയോഗിക്കുന്ന അക്കൗണ്ട്സ്. ഇവിടെ നോട്ട് ഫോർ പ്രോഫിറ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടെ അക്കൗണ്ട്സിനും ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇവിടെ നമ്മൾ പ്രിപ്പയർ ചെയ്തതാണ് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്, then income and expenditure account, then last balance sheet.
ഇത് മൂന്നുമാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. സാധാരണഗതിയിൽ അവിടെ ബിസിനസ് കൺസേൺ പ്രിപ്പയർ ചെയ്യുന്ന ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റ് ആണ് നമുക്കറിയാം. അവിടെ നിന്ന് വിഭിന്നമായിട്ട് വ്യത്യസ്തമായിട്ടാണ് ഇവിടെ എന്ത് സംഭവിക്കുന്നത്, റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ഇത് മൂന്നുമാണ് അവിടെ പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി ഇത് മൂന്നിനെ പറ്റി നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ആണ്. റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് നോക്കാം. ഇറ്റ് ഈസ് എ സമ്മറി ഓഫ് ക്യാഷ് ആൻഡ് ബാങ്ക് ട്രാൻസാക്ഷൻ അണ്ടർ വാരിയസ് ഹെഡ്സ് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ്. Accounts give summarized picture of various receipt and payment irrespective of whether they pertain to the current period, previous period or succeeding period or whether they are of capital or revenue nature. അതായത് നമ്മൾ ഇവിടെ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ പ്രധാനമായിട്ടും നോക്കുന്നത് ക്യാഷും അതേപോലെ ബാങ്ക് ട്രാൻസാക്ഷന്റെയും എന്താണ്, സമ്മറിയാണ്. ക്യാഷ് ട്രാൻസാക്ഷൻ ബാങ്ക് ട്രാൻസാക്ഷന്റെ സമ്മറിയാണ് പ്രധാനമായിട്ടും റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ നമ്മൾ നോക്കുന്നത് അല്ലെ. ഇനി ഇത് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഉണ്ടാക്കിയാൽ നമുക്ക് എന്ത് മനസ്സിലാവും, അതായത് നമുക്കുള്ള ട്രാൻസാക്ഷൻ ഒക്കെ, നമ്മൾക്ക് വരുന്ന ട്രാൻസാക്ഷൻ ഒക്കെ അവർ രണ്ട് ഹെഡിലേക്ക് തരംതിരിക്കും. ഏതൊക്കെ ഹെഡിലേക്ക്, ഒന്ന് റെസിപ്റ്റ് എന്ന ഹെഡിലേക്കും പേയ്മെന്റ് എന്ന ഹെഡിലേക്കും അല്ലെ. ഇവർക്ക് എന്തുകൊണ്ടാണ് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് ആയി വരുന്നത്, കാരണം ഇവരെന്താ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണ്. ഇവർക്ക് പ്രത്യേകിച്ച് എന്ത് വേണ്ട, അതിൽ പർച്ചേസോ സെയിലോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഇവർക്ക് റെസിപ്റ്റ് എത്രയാണോ അതിന്റെ പേയ്മെന്റ് എത്രയാണോ അത് മാത്രം നോക്കിയാൽ മതി അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ പറയുന്നത് ഇവർക്ക് വരുന്ന ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷനെ ഇവർ രണ്ട് ഹെഡിലേക്കായി തരംതിരിക്കും. അതാണ് ഒന്ന് റെസിപ്റ്റ് എന്ന ഹെഡിലേക്കും രണ്ട് പേയ്മെന്റ് എന്ന ഹെഡിലേക്കും. സോ അങ്ങനെ തയ്യാറാക്കുന്ന ആദ്യത്തെ ഒരു അക്കൗണ്ട് ആണ് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്. അത് എങ്ങനെയൊക്കെ ഉണ്ടാവാം നോക്കൂ. അത് ഇവിടെ കറണ്ട് പീരീഡിന്റെ ഉണ്ടായേക്കാം, അതുപോലെ പ്രീവിയസ് പീരീഡിൽ നടന്നുണ്ടായേക്കാം, കൂടാതെ സക്സീഡിങ് പീരീഡിന്റെയും ഉണ്ടായേക്കാം. ഈ മൂന്ന് തരത്തിലുള്ള പീരീഡിന്റെയും റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം, അവിടെ പ്രിപ്പയർ ചെയ്യാൻ ചിലപ്പോൾ ഉണ്ടായേക്കാം. സോ അങ്ങനെ ആദ്യത്തെ ഒരു അക്കൗണ്ട് ആണ് ശരിക്കും പറഞ്ഞാൽ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത അക്കൗണ്ടിലേക്ക് നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞു അവിടെ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എന്താ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അവിടെ എന്ത് ചെയ്യും, അവിടെ ഓൾ ടോട്ടൽ എമൗണ്ട് ഓഫ് ഓൾ റിസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് ഇറസ്പെക്റ്റീവ് ടു ദ പീരീഡ് ഇൻ വിച്ച് പെർട്ടൈൻ. അതായത് അവിടെ എല്ലാ തരത്തിലുള്ള റിസീപ്റ്റും പേയ്മെന്റും നമ്മൾ അവിടെ എന്ത് ചെയ്യും, കണക്കിലാക്കും. ഓക്കെ, അതാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അവിടെ എന്തുകൊണ്ട് ഇറ്റ് ഇൻക്ലൂഡ് ഓർ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് വെദർ ദേ ആർ ഓഫ് ക്യാപിറ്റൽ നാച്ചർ ഓർ ഓഫ് റവന്യൂ നാച്ചർ. അവിടെ ക്യാപിറ്റൽ നാച്ചർ ഉള്ളതും അതുപോലെ റവന്യൂ നാച്ചർ ഉള്ളതും രണ്ടിലുള്ള റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് അവിടെ എന്ത് ചെയ്യുന്നു, അവിടെ റെക്കോർഡ് ചെയ്യപ്പെടുന്നു എന്ന് പറയുന്നു. ഓക്കെ, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട രീതിയിൽ നമുക്ക് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിനെ പറ്റി പറയാനുള്ളത്. അടുത്ത അക്കൗണ്ട് ആണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. അടുത്ത അക്കൗണ്ടിനെ പറ്റി പറയുമ്പോഴാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. എന്താ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ന് വെച്ചാൽ, ഇത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് സിമിലർ ടു എന്താണ്, P&L ആണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ പോലെ തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഇനി നോക്കാം നമുക്ക് ഇവിടെ എന്താണുള്ളത്. It serves the same purpose as the profit and loss account of a business organization. അതായത് നമ്മൾ സാധാരണ ബിസിനസ് ഓർഗനൈസേഷന്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പോലെ തന്നെയാണ് ഇവിടെ എന്ത് വരുന്നത്, ഇവിടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് അവിടെ വരുന്നത്. ഓക്കെ, all the revenue item related to the current period are shown in this account. The expenses and losses on the expenditure side and income and gain on the income side. അവിടെ സാധാരണഗതിയിൽ രണ്ട് തരത്തിലാണ് അവിടെ കോളങ്ങളുള്ളത്. ഒന്ന് ഇൻകം സൈഡും പിന്നെ അടുത്തത് എന്താണ്, എക്സ്പെൻഡിച്ചർ സൈഡും അല്ലെ. ഇൻകം സൈഡും അതേപോലെ എക്സ്പെൻഡിച്ചർ സൈഡും രണ്ട് സൈഡാണ് ഈ ഒരു അക്കൗണ്ടിനുള്ളത്. ഓക്കെ, അവിടെ എന്താ ഉദ്ദേശിക്കുന്നത് നോക്കൂ. അവിടെ ഇൻകം സൈഡിൽ എന്ത് എഴുതും, അവിടെ ഗെയിൻസ് ആണ് എഴുതുക. നമുക്ക് വന്ന ഗെയിൻസും അതേപോലെ തന്നെ ഇൻകവും നമ്മൾ അവിടെ എഴുതി കൊടുക്കും. ദെൻ എക്സ്പെൻഡിച്ചർ സൈഡിലോ, അതായത് നമുക്ക് വന്ന എക്സ്പെൻഡിച്ചർ എന്താണോ ആ കാര്യങ്ങൾ നമ്മൾ എഴുതി കൊടുക്കും. നമ്മൾ ഇവിടെ എക്സ്പെൻഡിച്ചർ സൈഡിൽ എഴുതി കൊടുക്കും. സിമിലർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇവിടെ നമ്മൾ എന്താ നോക്കുന്നത്, കറക്റ്റ് ആയിട്ടും എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ പോലെ തന്നെ സിമിലർ ആയിട്ടാണ് ഇവിടെ എന്ത് പറയുന്നത്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് വന്നിരിക്കുന്നത്. ഓക്കെ, അതാണ് നമുക്ക് അവിടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിനെ പറ്റി പറയാനുള്ളത്. രണ്ട് തരത്തിലാണുള്ളത്. ഒരു സൈഡിൽ ഇൻകവും മറ്റേ സൈഡിൽ എക്സ്പെൻഡിച്ചറും ആണ് ഇവിടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഈ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ഉള്ളിൽ എന്ത് കാര്യങ്ങളുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുന്ന ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്ത് പോവാം. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. It shows the net operating result in the form of surplus, the excess of income over expenditure or deficit in the excess of expenditure over income. ഇവിടെ നമുക്ക് ബാലൻസ് ചെയ്യണം അല്ലെ. ഇവിടെ എന്തായാലും നമ്മൾ അക്കൗണ്ട്സ് ഉണ്ടാക്കും, ബാലൻസ് ചെയ്യണം നമുക്കറിയാം. അവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആകുമ്പോൾ അവിടെ നെറ്റ് പ്രോഫിറ്റ് നെറ്റ് ലോസ് എന്ന രീതിയിൽ നമുക്ക് കിട്ടും. പക്ഷെ ഇവിടെ ആവുന്ന സമയത്ത് ഇവിടെ എന്താ വരിക, ഇവിടെ സർപ്ലസും ഡെഫിസിറ്റും ആണ് ഉണ്ടാവുന്നത്. ഇവിടെ സർപ്ലസ് എന്താ ഉദ്ദേശിക്കുന്നത്,
സർപ്ലസ് ഉദ്ദേശിക്കുന്നത് എക്സ്പെൻഡിച്ചറേക്കാൾ കൂടുതൽ ഇൻകം ഉണ്ടെങ്കിൽ, എക്സ്പെൻഡിച്ചറിനേക്കാൾ കൂടുതൽ ഇൻകം ഉണ്ടെങ്കിൽ അവിടെ എന്ത് വരും? സർപ്ലസ് വരും. ഡെഫിസിറ്റ് ആണെങ്കിലോ, അവിടെ ഡെഫിസിറ്റ് ആണെങ്കിൽ ഇൻകത്തിനേക്കാൾ കൂടുതൽ എക്സ്പെൻഡിച്ചർ ഉണ്ടെങ്കിൽ അവിടെ എന്ത് വരും? ഡെഫിസിറ്റ് വരും. ഓക്കെ, രണ്ട് തരമാണുള്ളത്. ഒന്ന് സർപ്ലസും അതേപോലെ തന്നെ ഡെഫിസിറ്റും. ഇതാണ് ഇവിടെ ബാലൻസിങ് ആയിട്ട് നമുക്ക് കിട്ടുന്ന തുക പറയുന്നത്. ഓക്കെ, വിച്ച് ഈസ് ട്രാൻസ്ഫർ ടു ദ ക്യാപിറ്റൽ ഫണ്ട് ഇൻ ഷോൺ ദി ബാലൻസ് ഷീറ്റ്. അപ്പോൾ ഇത്തരത്തിൽ ഇവിടെ കിട്ടുന്ന ഡെഫിസിറ്റ് ആയിക്കോട്ടെ സർപ്ലസ് ആയിക്കോട്ടെ അത് എവിടെ കാണിക്കും? നമ്മൾ ബാലൻസ് ഷീറ്റിൽ കാണിക്കുക തന്നെ ചെയ്യും. ഓക്കെ, അതാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിനെ പറ്റി നമുക്ക് പറയാനുള്ളത്. ഇനി നെക്സ്റ്റ് ഇൻകം, അടുത്ത പ്രിപ്പയർ ചെയ്യേണ്ട കാര്യമാണ് ബാലൻസ് ഷീറ്റ്. മൂന്നാമത്തെ കാര്യം ബാലൻസ് ഷീറ്റ്. നമുക്കറിയാം എന്താ ബാലൻസ് ഷീറ്റ് എന്നുള്ള കാര്യം നമുക്കറിയാം. ഇവിടെ നോക്കൂ, നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ പ്രിപ്പയർ ബാലൻസ് ഷീറ്റ് ഫോർ ദ അസർട്ടൈനിങ് ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ ഓർഗനൈസേഷൻ. അതായത് അവിടെ എന്ത് ചെയ്യുന്നു? ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. നമുക്കൊക്കെ അറിയാം അല്ലെ, ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ വേണ്ടിയിട്ടാണ്. നോക്കൂ, ദ പ്രിപ്പറേഷൻ ഓഫ് ദെയർ ബാലൻസ് ഷീറ്റ് ഈസ് ഓൺ ദി സെയിം പാറ്റേൺ ആസ് ഓഫ് ദ ബിസിനസ് എൻറ്റിറ്റീസ്. അതായത് ഇവിടെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ബിസിനസ് എൻറ്റിറ്റീസിന് എങ്ങനെയാണോ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് അതേ പാറ്റേൺ തന്നെയാണ്, സെയിം പാറ്റേൺ തന്നെയാണ് അവിടെ എന്ത് ചെയ്യുന്നത്? ഇവിടെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. വ്യത്യാസങ്ങളൊന്നും ഇല്ല തന്നെ. നെക്സ്റ്റ് പോയിന്റ് നോക്കാം. ഇറ്റ് ഷോസ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ആസ് ദി എൻഡ് ഓഫ് ദ ഇയർ. Assets are shown on the right hand side and the liabilities on the left hand side. നമുക്കറിയാം എങ്ങനെയാ പ്രിപ്പയർ ചെയ്യുന്നത് അല്ലെ ബാലൻസ് ഷീറ്റ്. സോ ബാലൻസ് ഷീറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? വലിയ രീതിയിലുള്ള മാറ്റങ്ങളൊന്നും പറയാൻ പറ്റുന്നില്ല. അവിടെ പ്രോഫിറ്റ് ഓർഗനൈസേഷനും നോൺ ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനും ഒരേ രീതിയിൽ തന്നെയാണ് ബാലൻസ് ഷീറ്റ് നമ്മൾ എന്ത് ചെയ്യുക? പ്രിപ്പയർ ചെയ്യുക. വല്ല രീതിയിൽ വ്യത്യാസങ്ങളൊന്നും ഇല്ല. ഇവിടെ പ്രിപ്പയർ ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളെ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാനും കൂടി വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇതാണ് ബാലൻസ് ഷീറ്റിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. ഓക്കെ, ദെൻ അടുത്തൊരു കാര്യം നിങ്ങൾക്ക് അറിയാം, ഇവിടെ CSEB ആയിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം കൂടി പറയാനാണ് ഞാൻ വന്നത്. അതായത് CSEB എക്സാം ആദ്യമായിട്ട് ഇടുന്ന പലരും ഉണ്ടാവും നമ്മളെ കൂട്ടത്തിൽ അല്ലെ. അപ്പൊ അവർക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും. ഏതൊക്കെ ഏരിയയിൽ എങ്ങനെയൊക്കെ പഠിക്കണം, അതായത് അതിലെ ടോപ്പിക് എന്തൊക്കെയാണ്, സിലബസ് എന്താണെന്നൊക്കെ ഒരുപാട് സംശയം ഉണ്ടാവും അല്ലെ. അത് കൂടാതെ ഇപ്പോൾ 2-3 വർഷമൊക്കെ അല്ലെങ്കിൽ 2-3 പ്രാവശ്യമൊക്കെ അവിടെ എക്സാം എഴുതി കഴിഞ്ഞ് പിന്നെ ഈ പ്രാവശ്യം നല്ല ഡെപ്തിൽ പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ എത്തണം എന്ന് ശപഥം എടുത്ത കുറെ ആൾക്കാരുണ്ടാവും. സോ ഇവർ രണ്ടാളെ സഹായിക്കാൻ വേണ്ടിയിട്ട് കോമ്പറ്റീവ് ക്രാക്കർ ഒരു ബിഗിനേഴ്സ് ബാച്ച് തുടങ്ങുകയാണ് അല്ലെ. ബിഗിനേഴ്സ് ബാച്ച്, ഇതാണ് പ്രത്യേകത. എന്താണ് ബിഗിനേഴ്സ് ബാച്ചിന്റെ പ്രത്യേകത? അതായത് 6 മാസം ടൈം പീരീഡ്, 6 മാസത്തെ ടൈം പീരീഡ് കൊണ്ട് CSEBയുടെ മൊത്തം സിലബസും കവർ ചെയ്ത് പഠിപ്പിച്ചു തരും. ഇതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പൊ എങ്ങനെ പഠിക്കാം? സിലബസ് ഓറിയന്റഡ് ആയിട്ട് ബേസിക് മൊത്തം പഠിക്കാം അല്ലെ. നമ്മളൊരു തറ കെട്ടി തറേന്റെ മുകളിൽ നിന്നാണ് നമ്മൾ ഇവിടെ തുടങ്ങുക, ഒരു വീടിന്റെ പണി തുടങ്ങുക അല്ലെ. അതേപോലെ തന്നെ അവിടെ എന്ത് ചെയ്യാൻ പറ്റും? ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തൊട്ട് നമുക്ക് അവിടെ പഠിച്ചു തുടങ്ങാൻ പറ്റും. സോ അവിടെ ബിഗിനേഴ്സ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇപ്പൊ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ സംസാരിക്കാനുള്ളത്. ഇനി വരുന്ന വീഡിയോസിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, അതിലെ ഉള്ളിലുള്ള ഘടകങ്ങൾ ഏതൊക്കെയാണ്, അതുപോലെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, അതിനുള്ളിൽ ഏതൊക്കെ ഘടകങ്ങളുണ്ട്, ദെൻ ബാലൻസ് ഷീറ്റ്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? വിശദമായി ചർച്ച ചെയ്യാം. സോ ഇതുപോലുള്ള വീഡിയോസ് കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ ഇന്നത്തേക്ക് വിടാം. ഗുഡ് ബൈ.